ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് വധശിക്ഷയില്ല. 1 മുതൽ 8 വരെയും 11-ാം പ്രതിക്കും 20 വർഷം കഠിന തടവ്. ഗൂഢാലോചന കേസിൽ 1 മുതൽ 5-ഉം 7-ഉം പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും കോടതി വിധിച്ചു. പ്രതികൾക്ക് 20 വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ശിക്ഷയിളവ് പരിഗണിക്കാവൂ എന്നും കോടതി വ്യക്തമാക്കി. എല്ലാ പ്രതികൾക്കും ശിക്ഷ ഉറപ്പാക്കുന്നതുവരെ നിയമപോരാട്ടം തുടരുമെന്ന് ടി.പി. ചന്ദ്രശേഖരന്റെ ഭാര്യ കെ രമ എം.എൽ.എ. പറഞ്ഞു. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ 1 മുതൽ 8-ഉം 11-ഉം പ്രതികളുടെ ജീവപര്യന്തം ശിക്ഷയിൽ 20 വർഷത്തിന് ശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് പരിഗണിക്കാവൂ എന്ന നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയത്. കൂടാതെ ഗൂഢാലോചനയിൽ പങ്കാളികളായതായി ഹൈക്കോടതി കണ്ടെത്തിയ 1 മുതൽ 5 പ്രതികൾക്കും 7-ാം പ്രതിക്കും രണ്ടാമത് ജീവപര്യന്തം ശിക്ഷ കൂടി കോടതി വിധിച്ചു. കേസിൽ ഹൈക്കോടതി പുതിയതായി ഉൾപ്പെടുത്തിയ കെ കൃഷ്ണൻ, ജ്യോതി ബാബു എന്നിവർക്ക് ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചത്. ഇവരെ കൂടാതെ 18-ാം പ്രതി റഫീഖാണ് സാധാരണ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കേണ്ടത്. 14 വർഷം കൊണ്ട് അവസാനിക്കുന്നതാണ് നമ്മുടെ ജീവപര്യന്തം തടവ്. എന്നാൽ ഇതിൽ കോടതി വ്യക്തത വരുത്തിയിരിക്കുന്നു, 20 വർഷം കഴിയാതെ ഈ ജീവപര്യന്തത്തിന് റെമിഷൻ ആവശ്യപ്പെടാനും കൊടുക്കാനും പാടില്ല എന്ന്. 20 വർഷം കഴിഞ്ഞിട്ടേ കൊടുക്കാവൂ എന്ന് പറയുമ്പോൾ അതിനുശേഷം കൊടുത്തോളണമെന്നില്ല, അത് കഴിഞ്ഞാലും അവർക്ക് പുറത്തു വരാനില്ല, അത് ജീവിത അവസാനം വരെയാണ് എന്നുകൂടി അതിൻ്റെ കാര്യം മനസ്സിലാക്കണം. അപ്പോൾ അവസാനം വരെയുള്ള ശിക്ഷയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. പറയട്ടെ, കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായും രാഷ്ട്രീയം പറഞ്ഞതിന്റെ പേരിൽ ആരെയും കൊലപ്പെടുത്താൻ പാടില്ലെന്ന സന്ദേശമാണ് കോടതി വിധിയിലൂടെ നൽകുന്നതെന്നും മുഴുവൻ പ്രതികളെയും പിടികൂടുന്നതുവരെ നിയമപോരാട്ടം തുടരുമെന്നും ടി.പി. ചന്ദ്രശേഖരന്റെ ഭാര്യ കെ രമ എം.എൽ.എ. പറഞ്ഞു. നേരത്തെ വിചാരണ കോടതി ഗൂഢാലോചന ചുമത്താത്ത ആളുകൾക്ക് കൂടി ഗൂഢാലോചന ചുമത്തി ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. നല്ല ശിക്ഷാവിധിയാണ് കിട്ടിയിരിക്കുന്നത്. രാഷ്ട്രീയം പറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായതിൻ്റെ പേരിൽ ആരെയും കൊല്ലാൻ പാടില്ല എന്ന് തന്നെയാണ്, ആ സന്ദേശം തന്നെയാണ് ഈ വിധിയുടെ ഏറ്റവും പ്രധാനം. കോൺസ്പിറസി ഇനിയും പുറത്ത് ഒരു പരിധിവരെ പുറത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനപ്പുറത്തേക്കുള്ള കോൺസ്പിറസി, ലാർജർ കോൺസ്പിറസി, അതാണ് നേരത്തെയും കോടതി പറഞ്ഞത്, അതാണ് ഇനി പുറത്തു വരാനുള്ളത്. അത് സംബന്ധിച്ച കാര്യങ്ങളാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കെ രമയ്ക്കും മകനും ലഭിക്കേണ്ട നഷ്ടപരിഹാര തുകയടക്കം വർദ്ധിപ്പിച്ചാണ് ഹൈക്കോടതി ജസ്റ്റിസ് ഡോക്ടർ എ.കെ. ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് ഡോക്ടർ കൗസർ എടപ്പകത്ത് എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന അപ്പീലിന്മേൽ വിധി പറഞ്ഞത്. ടി.പി.യുടെ കൊലപാതകം ജനാധിപത്യത്തിനും നിയമവാഴ്ചയ്ക്കും നേരെയുള്ള അക്രമമായി കാണുന്നതായും വിയോജിപ്പിനുള്ള അവകാശത്തിനുമേലുള്ള കടന്നുകയറ്റമാണിതെന്നും കോടതി വ്യക്തമാക്കി. രാഷ്ട്രീയ കൊലപാതകങ്ങളെ നിസ്സാരമായി കാണാനാകില്ലെന്നും പരമാവധി ശിക്ഷ നൽകി കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണമെന്നും കോടതി പരാമർശിച്ചു. രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് കനത്ത താക്കീത് നൽകിക്കൊണ്ടാണ് ഹൈക്കോടതി ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിച്ച് വിധി പുറപ്പെടുവിച്ചത്. പോരാട്ടം അവസാനിക്കുന്നില്ലെന്നും സുപ്രീം കോടതി വരെ പൊരുതുമെന്നും കെ രമ വ്യക്തമാക്കി. ക്യാമറാമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, കൊച്ചി.